So this is day 3 of CapCut series. So എന്താണ് കീ ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഫ്രെയിംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ക്ലിപ്പിന്റെ പൊസിഷനും അതിന്റെ എന്താ പറയാ സൈസും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിനെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലോട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കീ ഫ്രെയിംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മളാണെങ്കിൽ ആ ക്ലിപ്പിന്റെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കീ ഫ്രെയിംസ് കിട്ടും. അപ്പോൾ നമ്മൾ ആ കീ ഫ്രെയിം ഞെക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ കീ ഫ്രെയിം വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കുറച്ച് ഫ്രെയിംസ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കീ ഫ്രെയിം കൂടെ വെക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ കീ ഫ്രെയിം വരുന്നതായിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു ആനിമേഷൻ ആയിട്ടുണ്ട്. ഭയങ്കര പയ്യാണ് പോകുന്നത്. ബിക്കോസ് നമ്മളാണെങ്കിൽ കുറെ ഫ്രെയിംസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കീ ഫ്രെയിം കൊടുത്തത്. സോ ഇപ്പൊ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ അതിനെ ഞെക്കിയിട്ട് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. ബിക്കോസ് ആ ഒരു ആനിമേഷൻ നടക്കാൻ പോകുന്നത് കുറച്ച് ഫ്രെയിംസിലായിരിക്കും. സോ ഇപ്പൊ നോക്കുവാണെങ്കിൽ മച്ച് ഫാസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ ആനിമേഷൻ ഭയങ്കര ഒരു റിജിഡ് ആയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഇതിന് ഇച്ചിരി കൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാഫ്സുകളുണ്ട്. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ഫോളോ. ഓക്കെ ഗൈസ്, ബൈ.